വിചാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് വളരെ കൂടുതലായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരാളുടെ ഉയർച്ചയിലുണ്ടാകുന്ന അസൂയ, അതുപോലെ നമുക്കതിനെ നേടാനുള്ള ശ്രമങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ ഒരാൾ നല്ല രീതിയിലെത്തി, അപ്പം അയാളെ പോലെ ആവാൻ പണ്ട് അങ്ങനെയാണ് പഠിച്ചിരുന്നത്, അയാളെ പോലെ ആകാൻ ശ്രമിക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല, അയാളെ ഇല്ലാതാക്കിയാൽ എനിക്ക് കയറാം ആ ഒരു ഭാവം വന്നുപോയി ആൾക്കാർ. കലിയുഗത്തിലെല്ലാം ക്യുക്കായിട്ടല്ലേ കാര്യങ്ങൾ നീങ്ങണം. ഇപ്പം ശ്രമിച്ച് പരാജയപ്പെട്ട് വീണ്ടും ശ്രമിച്ചു, അതിനൊന്നും സമയമില്ല ആർക്കും. അപ്പം നീതി ന്യായം ഒന്നുമില്ലാതെ കലിയുഗത്തിലെ രാജാവായ രാഹുവിനെ പോലെ ചിലരൊക്കെ പ്രവർത്തിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയെ അയാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ടുള്ള രീതിയിൽ അത് പലതരത്തിലുള്ള വിചാരമുണ്ട്. ഇപ്പോൾ അയാൾക്ക് ജോലി ചെയ്യുന്നതിലുള്ള അസൂയാണെന്ന് വിചാരിച്ചാൽ ആ ജോലി സ്ഥലത്തെ ബാധിക്കുന്ന രീതിയിൽ അയാളുടെ ഗ്രഹനില നോക്കിയിട്ട് ആ 10ാം ഭാവത്തിലെ അയാൾക്ക് അവിടെ ഇപ്പോൾ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, ജോലി ചെയ്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് വർക്കോളിക്കായിട്ടിരിക്കുന്ന ആൾ പിന്നെ ആ ജോലിയോട് താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ അബ്രോഡുള്ള ആളാണെങ്കിൽ നാട്ടിലേക്ക് വരാനായിട്ട് അയാൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക, ജോലി ചുമ്മാ രാജിവെക്കുക. പിന്നെ നാട്ടിലുള്ള ആളാണെങ്കിൽ ജോലിക്ക് പോകാൻ സമയമാകുമ്പോൾ എനിക്ക് വയ്യ, തലവേദന, അങ്ങനെ പറഞ്ഞിട്ട് മൂഡ് ഓഫ് ആയിട്ട് കിടക്കുക, ഇന്ന് ജോലിക്ക് പോകുന്നില്ല. ചിലപ്പോൾ നമ്മൾ സന്തോഷവാക്കൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പറഞ്ഞു വിട്ട ആൾ കുറച്ചു നേരം കഴിയുമ്പോൾ ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വണ്ടി കേടായി എന്ന് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് വെണ്ടുകേടിയാലും പോകാം, പക്ഷെ വയ്യ. അപ്പം അങ്ങനെ പല കാരണങ്ങൾ. പിന്നെ ചിലർ ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ വരിക, അയാൾ റെസ്റ്റ്ലെസ് ആവുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള അത് ശരിക്കും ജോലി ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പം ഏത് മേഖലയിലാണ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഇൻഡിക്കേഷൻ വരണത്, സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പം അയാൾക്ക് മറ്റു കാര്യങ്ങളിൽ കുഴപ്പമുണ്ടാവില്ല, അയാൾ ജോലിക്ക് ഇറങ്ങുമ്പോഴായിരിക്കും പ്രശ്നം. അപ്പം അതാണ് ട്രിഗർ ചെയ്തിട്ടിരിക്കുന്നത്. അയാൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്നാൽ അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല, പക്ഷെ ജോലിയും പോകും ഉറപ്പാണല്ലോ. അപ്പം അങ്ങനെ ഇതാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.